ഹലോ ഗായ്സ്, വെൽക്കം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ വീടിനടുത്തുള്ള 1-2 അമ്പലത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ അല്ലേ, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലും ഇപ്പോൾ ഉത്സവമായിരിക്കും അല്ലേ. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇതായിരുന്നു കേട്ടോ ഫസ്റ്റ് അമ്പലത്തിലെ ലൈറ്റ്സ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല, കാരണം സെക്കൻഡ് അമ്പലത്തിൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഗാനമേളയുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ ഈ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്പലം. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു അയ്യപ്പൻ്റെ പാട്ടായിരുന്നു ആദ്യമേ. അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്കിളിൻ്റെ പേര് രാജേഷ് എന്നാണ് കേട്ടോ. അങ്കിളിൻ്റെ പാട്ടാണ് സാരമേ ശിവദേവരൂപമേ കണ്ട ദൈവമേ സ്വാമിയേ സന്യാസിരൂപനേ സംഗീത പ്രിയനേ സിന്ദൂരവർണ്ണനേ സ്വാമിയേ. അപ്പം ഇതായിരുന്നു രാഗേഷ് അങ്കിളിൻ്റെ പാട്ട്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി. അപ്പോൾ ഞാൻ അവിടുത്തെ പ്രസാദം കഴിക്കുകയാണ് കേട്ടോ, ഉണ്ണിയപ്പം. അങ്ങനെ അതൊക്കെ കഴിച്ച് അടുത്തുള്ള കടയിൽ നിന്ന് എനിക്ക് സ്ക്രഞ്ചീസ് വേണമായിരുന്നു 2-3. അങ്ങനെ കുറച്ച് സ്ക്രഞ്ചീസൊക്കെ മേടിച്ച്. അപ്പോഴത്തെ അങ്കിളിൻ്റെ അടുത്തൊരു പാട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്കവിടെ സജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു പാട്ട് കൊണ്ട് അവിടെ കൊടുത്തു കേട്ടോ. അവിടെ 2-3 പിള്ളേർ അപ്പോൾ പാട്ട് കൊടുക്കാൻ വന്നിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ തിരിച്ച് ഓടി വരികയാണ്. ഞാനും അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് പാട്ടൊക്കെ ഏത് വേണമെന്ന് തീരുമാനിച്ച്. ഞാൻ പാട്ടൊക്കെ കൊടുത്ത് തിരിച്ച് വന്നേ. ഞാൻ പറഞ്ഞ പാട്ട് ഏതാണെന്ന് അപ്പം അങ്കിളിൻ്റെ അടുത്തൊരു പാട്ട് അപ്പോൾ അങ്കിളിൻ്റെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ്. അപ്പോൾ അത് ഞങ്ങൾ പോയപ്പോൾ നേരത്തെ ആദ്യം കണ്ട അമ്പലത്തിലെ ലൈറ്റാണ് ഇത്. അപ്പോൾ അവിടെ എഴുന്നള്ളത്ത് വരെ സമയമായപ്പോഴത്തേക്കും നമ്മളിത് അങ്ങോട്ട് കാണാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു വീടിൻ്റെ സൈഡിൽ ഒതുങ്ങി നിന്ന് അത് കാണുകയാണ്. എനിക്ക് ആനയെ ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ കാണുവാണേ. അങ്ങനെ അവിടെ കുറച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പൂമാലയൊക്കെ എടുത്ത് ആനേൻ്റെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്ത് ആന തിരിച്ച് നടന്നു പോയേ. 2-3 ആനകളുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് പോകാൻ നേരം ബൈക്ക് അങ്ങോട്ട് പോയപ്പോൾ ഒരു പൂത്തിരി കത്തിച്ച് വെച്ച് കേട്ടോ അവിടെ. അങ്ങനെ അതൊക്കെ കത്തി നല്ലപോലെ കത്തി കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.